ഹലോ ചേട്ടാ. ഹലോ. ഹലോ. എനിക്ക് ആ കണ്ണാടി വേണം കേട്ടോ. പറ്റൂല. അത് വേണം, എനിക്ക് വേണം. എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാൻ തരൂല. ഇപ്പൊ വേണം എനിക്ക്. പറ്റൂല. അതിങ്ങനെ ഇവിടെ വന്ന് പാടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം പോവാൻ. ദക്ഷിണ വെക്കണം. അതെ. അല്ലെങ്കിൽ നമുക്ക് ആ ഷൂ ഊരി വാങ്ങിക്കാം. പറ്റൂല. അയ്യോ ഷൂ എനിക്ക് അതും വേണം. പറ്റൂലേ? പറ്റൂല. ഒരു ഷൂ തന്നാ മതി. പറ്റൂല. അതും പറ്റൂലേ? അങ്കിളിന് ഇഷ്ടമല്ലേ? ഇഷ്ടൊക്കെയാണ്. എന്നാ ഉണ്ണി അങ്കിളിന് കൊടുത്താൽ മതി. എനിക്ക് ഉണ്ണി അങ്കിൾ ഈ കണ്ണട തരും അത് കൊടുത്താല്. ഇത് എന്റെ അച്ഛന്റെ കണ്ണാടിയാ. അത് ശരി. ഷൂ അച്ഛൻ സമ്മതിക്കില്ല. ഇനി അവൻ സമ്മതിക്കില്ലെങ്കിലും ചേട്ടൻ സമ്മതിക്കില്ല. ഈ അച്ഛൻ എന്താ ചെയ്യണേ? അച്ഛന്റെ ജോലി എന്താ? ആർമി. ആർമി പട്ടാളക്കാരനാണോ? ഓ, അപ്പൊ പേടിക്കണല്ലോ അല്ലേ? അച്ഛന് പേടിയുണ്ടോ? ചെറുതായിട്ട്. അച്ഛനിപ്പോ പട്ടാളത്തിൽ നിന്നും പോകാറില്ലേ? ലീവിലാണോ? ലീവില്. എന്താ കാര്യം? അമ്മയ്ക്ക് അത് വയ്യ. അമ്മയ്ക്ക് തൊടു വയ്യ, അതുകൊണ്ട് അച്ഛൻ ലീവ് എടുത്തു. അമ്മയാണോ കൂടുതൽ പേടി, അച്ഛനെയാണോ കൂടുതൽ പേടി? അച്ഛന്. പക്ഷെ ഭയങ്കര സ്നേഹമാണല്ലേ അച്ഛൻ? ആ മോനെ ഏത് ക്ലാസ്സിലാ മോനെ? UKG E. UKG E. ഓ, എവിടെയാണ്? കൊച്ചിയിലാണോ? എവിടെയാ സ്ഥലം? പുളിയറക്കോണം. പുളിയറക്കോണം. തിരുവനന്തപുരം. നമ്മുടെ തിരുവനന്തപുരം. അതാണ് ട്രിവാൻഡ്രത്തുനിന്നാണോ ഇങ്ങ് നമ്മളെ വരുന്നത്? ടീമാണ്. നമ്മൾ രണ്ടുപേരും തിരുവനന്തപുരം. എം ജെ സാറിന്റെ പടയാളിയാണോ വന്നിരിക്കുന്നത്? എന്റെ പടയാളിയാണ് വന്നിരിക്കുന്നത്. അതെ. നമ്മള് വിട്ടുകൊടുക്കൂല അല്ലേ? ഇനി തിരുവനന്തപുരത്തുള്ളപ്പോ അങ്കിളെ കാണാൻ വരുമോ? അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം വീട്ടില്. വീട്ടിൽ വന്നാ മതി. വീട്ടിൽ വന്നാ എനിക്ക് എന്ത് തരും? കണ്ണട തരും. കണ്ണട വീട്ടിൽ വന്നാ കണ്ണട തരുമോ? അത് ഞാൻ വരും കേട്ടാ. ഞാൻ വന്നാ എനിക്ക് ആ ഷൂസ് തരുമോ? പക്ഷെ അച്ഛൻ ആർമി പോകുമ്പോ അത് കൊണ്ടോണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അങ്കിൾ വേറെ കണ്ണാടി എന്താ അച്ഛന്? അച്ഛന് വേറെ കണ്ണാടിയുണ്ട്. അച്ഛന് വേറെ കണ്ണാടി ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ തന്നെ ഇങ്ങനെ തന്നൂടെ? തരത്തില്ല. അച്ഛൻ ആർമിയിൽ പാട്ടൊക്കെ പാടുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ടല്ലോ അല്ലേ? പാട്ട് പാടുന്ന ആണോ? അച്ഛൻ 2 ലൈൻ നമുക്ക് കേൾക്കാം. ഒരു ലളിതഗാനം സാറേ, ഓ, അരൂർ സദാശിവൻ സാറ് മ്യൂസിക് ചെയ്തൊരു പാട്ടാണ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടിയൊരു പാട്ടാണ്. അതെ. അത് ഏത് വർഷത്തിലായിരുന്നു? 2011. പിന്നെ എങ്ങനെ പട്ടാളത്തിൽ പോയി? പിന്നെ ഞാൻ പട്ടാളത്തെ മ്യൂസിക്കിന്റെ ഫീൽഡിൽ തന്നെ ആണോ? ജാസ് ബാൻഡിലെ മ്യൂസിക് ടീം ഉണ്ട് അവിടെ. ഓ, ജാസ് ബാൻഡിലാണ്. അത് ശരി, മ്യൂസീഷ്യൻ ആണ്. അതെ. അങ്ങനെ പോരട്ടെ. ഇൻസ്ട്രുമെന്റ്സ് ഞാൻ ഫ്ലൂട്ടിസ്റ്റ്, സാക്സഫോൺ ആൻഡ് സിംഗിങ്. വെരി നൈസ്, വെരി നൈസ്. ഈ വനസീമയിലേ പുഷ്പലതാഗ്രഹത്തിൽ മധുരമായി പാടുവതാരോ വാസന്തവനിലെ ദേവതയോ തുഞ്ചന്റെയോ മന ശാരികയോ ഈ വനസീമയിലേ പുഷ്പലതാഗ്രഹത്തിൽ മധുരമായി പാടുവതാരോ വാസന്തവനിയിലെ ദേവതയോ തുഞ്ചന്റെയോ മന ശാരികയോ എക്സലന്റ്. എന്താ പേര്? ശാന്തരാജ്. 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 ശാന്തരാജ് MS. അമ്മയുടെ പേര്? അഞ്ജു. അഞ്ജു പി നായർ. അഞ്ജു പി നായർ. ഫുള്ള് പറയണം. അതെ. അഞ്ചു പാട്ട് പാടുവോ? ഇല്ല. എങ്ങനെയാണ് ഈ പാട്ടുകാരനെ കണ്ടെത്തിയത്? ഞാൻ ലവ് മാരേജ് ആയിരുന്നു. അതാണ് ചോദിച്ചത്. ഇത്ര മധുരമായി പാടുവതാരോ എന്ന പാട്ടിൽ പറയുന്നില്ലേ, അത് ശാന്തരാജാണ് പാടുന്നത് കേട്ടോ. അതെ, ഞെട്ടിപ്പോയി കേട്ടോ. സൂപ്പർ ആക്കി. ഗംഭീര പാട്ട്, അസാധ്യമായ പാടി. ഈ പട്ടാളത്തില് മലയാളം പാട്ടുകൾ പാടാറുണ്ടോ? മലയാളികൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഏത് പാട്ടൊക്കെയാണ് അവിടെ പാടാറ്? ലാംഗ്വേജ് എല്ലാം പാടും സാർ. മലയാളം, ഹിന്ദി, തെലുങ്ക്, കന്നഡ. മലയാളം പാട്ടുകൾ ഏത് പാടും? വാതിൽപ്പഴുതിലൂടെ ഓൾഡ് നമ്പേഴ്സ് ഒക്കെ മാക്സിമം പാടും. ഏത് സ്ഥലത്താണ് ആർമിയില്? ബാംഗ്ലൂർ സാർ. ഞാൻ കണ്ടു അതിനിടക്ക് കണ്ണട ഊരി ഇങ്ങനെയൊക്കെ നോക്കുന്നു. ചേട്ടൻ പാടുമ്പോ ഇവിടുന്ന് ആക്ഷൻ ഫുൾ ആക്ഷൻ ആയിരുന്നു.